അപ്പം ഇന്നത്തെ മൈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സെമീറ മാമിനെ പേഴ്സണലി മാമിനെ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ സ്റ്റോറി അറിയാമായിരിക്കെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അറിയില്ലെങ്കിലും ഇന്നിപ്പം മാം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇതിൽ എത്തിയിട്ടുള്ളത് എന്ന്. അപ്പം സമീറ മാം ഓക്കെ ആകുമ്പോൾ പറയണേ. ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു. മാജിക് മോർണിംഗ് മാം. മാജിക് മോർണിംഗ്. നമുക്ക് എത്രയാണ് ടൈം ഉള്ളത്? 6:20 വരെ മാം എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. ജീവിതത്തില് ഒരു നല്ല സമയവും വിധി എന്ന് പറഞ്ഞിട്ട് ജീവിതത്തെ നമ്മളത് മറ്റുള്ളവര് അല്ലെങ്കിൽ നമുക്കൊരു പവർ ഇല്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പവർ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ലൈഫില് നല്ലൊരു ശതമാനം സമയവും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ലൈഫില് ഞാൻ ജനിച്ചത് കോഴിക്കോടാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഫാദർ ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലിയായിരുന്നു. മദർ എഡ്യൂക്കേറ്റഡ് ആണ്, നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ബ്രദറാണ് 4 വയസ്സിന് മൂത്തത്. അപ്പൊ സാധാരണ ഏതൊരു പെൺകുട്ടിയും പോലെ തന്നെ നമ്മൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, പിന്നെ ജോലിയൊക്കെ വേണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കും. ആവറേജ് ആണ്, ഒത്തിരി നന്നായിട്ട് പഠിക്കുന്നൊന്നുമില്ല, ആവറേജ് ആണ്. പിന്നെ നമുക്ക് ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയും, നമ്മൾ പറയാറുണ്ട് ആ ജോലി വേണം ഈ ജോലി വേണം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഭയങ്കര നിർബന്ധമായിട്ടൊരു ജോലി വേണം അങ്ങനെയൊന്നുമില്ല. ഒഴുക്കിനനുസരിച്ച് പോവാന്നുള്ളൊരു സംഗതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് 17ാമത്തെ വയസ്സിൽ കല്യാണക്കാര്യം വന്നു. അപ്പം ഉമ്മ അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് എന്നെ കല്യാണം കഴിച്ചു വിടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഉമ്മയ്ക്ക് പിന്നെ 18 വയസ്സെങ്കിലും ആവാതെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഒരു വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. സാധാരണ ഒരുപാട് ഫാമിലിയിലൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മര്യാദക്കില്ല. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കഥ പറയുന്നത് ഞാൻ ഈ തിരിച്ചറിവിന്റെ ഒരു ഇതിലാണ്. അപ്പൊ പലപ്പോഴും ഞാൻ കഥ പറയുന്ന സമയത്ത്, ആ വ്യക്തി സ്റ്റോറി പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആ സംഗതിനെ കട്ട് ചെയ്ത് അയ്യോ ഇത് പറയണമെന്നുള്ളൊരു സംഗതി ഉണ്ട്. അതുകൊണ്ടാണ് പറയാനുള്ള ഒരു സംഗതി ഒരു മടി വരുന്നെങ്കിലും പറയാം. സോറി, പറഞ്ഞ് പുറകിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ അപ്പൊ എന്താന്ന് വെച്ചാല് 95-ലായിരുന്നു എൻ്റെ കല്യാണം. ഈ 95-ല് കല്യാണം കഴിഞ്ഞു. 96-ലാണ് മോളുണ്ടാവുന്നത്. സോ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു മിസ്കാരേജ് ആണ്. രണ്ടാമത്തത് പ്രിമച്വർ ബേബി. അപ്പൊ നോർമലി നമ്മൾ പറയും പ്രസവം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയാ, ആണുങ്ങൾക്ക് ഉത്തരവാദിത്തം കൂടാനാണ് കല്യാണം കഴിക്കുന്നതും രണ്ടാമത് കുട്ടികൾ ഉണ്ടാവുന്നതും ഒക്കെ. ഒരു കല്യാണം കഴിച്ചാൽ ഉത്തരവാദിത്വമാകും, രണ്ടാമത്തത് കുട്ടിയായി കഴിഞ്ഞാൽ ഉത്തരവാദിത്വമാകും. ഇത് രണ്ടുമല്ല, പിന്നെ അവർക്ക് ഉത്തരവാദിത്വം വേണമെന്ന് അവർക്ക് തോന്നണം. ഒരാൾക്കും ഒരാളെയും നേരെയാക്കി എടുക്കാനൊന്നും പറ്റില്ല, അല്ലെ? അപ്പൊ അവര് തന്നെ വിചാരിക്കണം, അങ്ങനെയാണ്.
പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് സാധാരണ കുട്ടികൾക്ക്, സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് കല്യാണം കഴിച്ച് വളരെ പക്വതയോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും വരുന്ന ചാലഞ്ചസിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് നല്ല ഫാമിലിയാണ്, അത്യാവശ്യം അറിയപ്പെടുന്ന, അത്യാവശ്യം പിന്നെ ദീനിയായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഫാമിലിയിലേക്കാണ് കല്യാണം കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് വരെ ജീവിതത്തിൽ എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നു, ലോകത്തെ കാണിക്കാനുണ്ടായിരുന്നു, ഞാൻ ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫിനെ നമ്മൾ ഇങ്ങനെ പറയും, പ്രിട്ടൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അഭിനയിക്കും. ഞാൻ ഹാപ്പിയാണ്, ഇൻസൈഡ് നമ്മൾ ഹാപ്പി അല്ല, പക്ഷെ നമ്മൾ ഹാപ്പിയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മേലെ ഒരാൾക്കും ഉത്തരവാദിത്വമില്ല. അപ്പൊ ഞാന് ഇവിടെ നിന്ന് വിട്ടു, വീട്ടിൽ നിന്ന് വിട്ടു, വീട്ടുകാരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് വീട്ടുകാരുടെ ഉത്തരവാദിത്വം അല്ല, വീട്ടുകാർക്കല്ല എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. എൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതും എൻ്റെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതും വീട്ടുകാരുടെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ വേറൊരു ഉത്തരവാദിത്തം എടുക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിന്റെ ഫാമിലിയാണ്. അവരുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ ഉണ്ടായിരുന്നില്ല, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് ഞാൻ എൻ്റെ കാര്യത്തിലെ തീരുമാനങ്ങൾ എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ആലോചിക്കുകയോ, അല്ലെങ്കിൽ എനിക്കറിയാം ഇതല്ല വേണ്ടത് എന്ന് എനിക്കറിയാം. കാര്യം മദ്യപിച്ചിട്ട് വരുന്ന ഒരാളെ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രഗൊക്കെ കഴിക്കുന്ന ഒരാളെ ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല, എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ പലതവണയും കള്ളത്തരം പറയുമ്പോൾ നമ്മൾ ആളുകളെ വിശ്വസിക്കണം എന്നാണ് പഠിക്കുക. അതുപോലെ നമ്മള് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു സംഗതി ഉണ്ടാകും. അതനുസരിച്ചിട്ട് നമ്മൾ കഴിയുന്നതും എന്താ പറയാ, ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും പറയുന്നത് അതേപടി വിഴുങ്ങുകയും ചെയ്തിട്ടൊക്കെ ജീവിക്കും. അങ്ങനെ മോളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് തുടങ്ങി. ഒന്നാമത്തത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഡിപ്രസ്ഡ് ആണ്. ഡിപ്രസ്ഡ് ആയിട്ട് ഡോക്ടറെ അടുത്ത് ഡിപ്രസ്ഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ എന്തെന്നുള്ളത് അറിയില്ല. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും സാമ്പത്തികം ഇല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പിന്നെ അതുപോലെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പൊ കുഞ്ഞിനെ വളർത്തുന്ന സമയത്താണെങ്കിൽ പോലും നമ്മള് രാത്രി കുഞ്ഞ് കരയാണെങ്കിൽ, ഇപ്പൊ പ്രിമച്ചർ ബേബി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ശരീരത്തിലെ ചൂടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ അതിനെ ഉറക്കേണ്ടത്. അപ്പൊ അധിക സമയം നമ്മളെ ബോഡിയിൽ ചേർത്ത് വെക്കണം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാല് ഈ കുഞ്ഞിനെ നമ്മൾ തൊട്ടിലിട്ടിട്ട് ആട്ടി ഉറക്കണം എന്നുള്ളത്. വീട്ടിലെ പണികളെല്ലാം ചെയ്യാനുണ്ടാകും. എനിക്ക് വീട്ടിലൊരു പണിയും ചെയ്ത് ശീലമില്ല. വീട്ടിൽ അത്യാവശ്യം ചായ വെക്കാൻ പോലും പഠിക്കാതെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പൊ അവിടെ ചെന്നിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. എന്നാലും പുറംപണികളാണ് കൂടുതലും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയുടെ മുഴുവൻ ഒരു വലിയ ഫാമിലിയാണ് അവിടെ. വലിയ ഫാമിലി എന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ് കോഴിക്കോട്ടുകാർക്ക്. അതായത് പിന്നെ ഇങ്ങനെ മരുമക്കത്തായ സമ്പ്രദായമാണ്. അപ്പോൾ കല്യാണം കഴിച്ച് വരുന്ന വീട്ടില് ഉമ്മയുടെ ബ്രദേഴ്സ്, ഉമ്മയുടെ സിസ്റ്റേഴ്സ്, അവരുടെ ഹസ്ബൻഡ്സ്, പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഹസ്ബൻഡ് ഉപേക്ഷിച്ച ആൾക്കാർ, അങ്ങനെ കുറെ വലിയൊരു ഫാമിലി. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അപ്പൊ ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ പുറലോകം കാണാത്ത ആൾക്കാരാണ്. അപ്പോ ഇവരെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ എന്താ പറയാ, പലപ്പോഴും തന്നെ കൂടുതൽ കെയർ കിട്ടുന്നുണ്ടോ, പുതിയൊരാൾ വന്നപ്പോൾ കൂടുതൽ കെയർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരു സംഗതി ഉണ്ടാകും. ഓരോ സാധനവും റൂൾസും ആയിട്ട് വരും. അതിൽ പെട്ട റൂളാണ് കുട്ടികളെ പിന്നെ മോളെ ഇങ്ങനെ തൊട്ടിലിട്ട് ഉറക്കണം. അപ്പൊ ഒരിക്കൽ പോലും തൊട്ടിലിൽ കിടന്ന് ശീലമില്ലാത്ത ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് രാത്രി നേരം വെളുക്കണം. അതിന്റെ കൂടെ പുള്ളി അവരെന്താണോ പറയുന്നത് അതാണ് എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് വേദവാക്യം. അപ്പം അവര് പറയുന്ന റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ കർത്തവ്യം. പ്രത്യേകിച്ചും നമ്മളുടെ വീട്ടില് നമ്മളല്ല പ്രൊവൈഡർ എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ എനിക്കാണെങ്കിൽ വോയിസ് ഒന്നുമില്ല. കുറെ കാലം നമ്മളിങ്ങനെ അഭിനയിക്കുകയാണ് ജീവിതം. ഞാൻ ഹാപ്പിയാണ്, എന്നെ കല്യാണം കഴിച്ച വലിയ ഫാമിലിയിലേക്കാണ്, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ കാലം മറ്റുള്ളവരെ പറ്റിച്ച് ഈ സത്യം പറയാതെ ജീവിക്കണം. അപ്പൊ ഇതൊക്കെ നോർമൽ ആണ് എന്നുള്ളൊരു സംഗതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ തെറ്റുകൾ പറ്റാം, എന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഒരു കുഴപ്പമില്ല. അതായത് മനുഷ്യന്റെ ഒരു കാര്യമാണ് എന്താ വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ നന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് മറ്റുള്ളവരെ കാണിക്കുക. നിങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ചില ഏരിയാസിലെങ്കിലും അത് സ്വാഭാവികമാണ്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഫേസ് ആയിരിക്കും നമ്മൾ കാണിക്കുക. അങ്ങനെ മോളായി, അത് കഴിഞ്ഞ് മോൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ് എല്ലാ സമയത്തും.
അപ്പൊ മോൾക്കൊരു 4 മാസമൊക്കെ നാലാമത്തെ മാസമാണ്. ഡിപ്രഷൻ അതിന്റെ ടോപ്പിലെത്തി. ഞാൻ ഇരുന്ന് കരച്ചിലാണ്. അപ്പം തലയ്ക്ക് സുഖമില്ല എന്നുള്ളൊരു സംഗതിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്തിനാണ് ഈ കുട്ടീനെ പിടിച്ച് കെട്ടിച്ചത്, നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ജോലിക്ക് പോകണം. ഈ 4 മാസമുള്ള കുട്ടീനെ വെച്ചിട്ട് ആരാ ജോലി തരാ? അപ്പൊ ഞങ്ങളുടെ വീട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഇവിടെ ചുറ്റും ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവരെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പൊ ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചോദിക്കാം, അറിഞ്ഞിട്ടല്ല, കമ്പനിയുടെ ആ ബിൽഡിംഗ് ഓണേഴ്സിനെയാണ് അറിയാം. അവിടെ വർക്ക് ചെയ്യുന്ന കമ്പനീസിനെ അധികം അറിയില്ല. അവിടെ ഒരാളുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേർക്ക് എന്നെ അറിയില്ല. എനിക്കൊരു പാക്കിംഗ് സെക്ഷനിൽ ചെരുപ്പാണ്, പ്രീമിയർ ചെരുപ്പാണ്, അത് പാക്ക് ചെയ്യുന്ന ജോലി. ഒരു ഡസൻ പാക്ക് ചെയ്താൽ 1 രൂപയോ 1.10 അങ്ങനെ എന്താണ് കിട്ടുക. അതെങ്കിൽ അത്. അപ്പോ വീടിന്റെ പുറകുവശത്താണ് കമ്പനി, അല്ല ഫ്രണ്ടിലാണ് കമ്പനി. ഇങ്ങനെ കമ്പനിയുടെ പുറകിൽ നിന്ന് ഒരു വഴിയുണ്ട്. അതിൽ കൂടെ ഇങ്ങനെ വീട്ടിലേക്ക് കയറാൻ പറ്റും. കുറച്ചിങ്ങനെ നടന്നാല് ഒരു തോട്, അതിന്റെ കുറുകെ ഒരു പാലം. അങ്ങനെ രാവിലെ 8 മണിയാകുമ്പോൾ പോകും. കുഞ്ഞിനെ ഫീഡ് ചെയ്യാനാവുന്ന സമയത്ത്, അതായത് ഇന്റർവെല്ലിന്റെ ടൈമിന് ഓടി വന്നിട്ട് മോളെ ഫീഡ് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പൊ ഇവിടെ ഈ പ്രീമച്ചുർ ബേബീനെ നോക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പണിയാണ്. കാര്യം ഇതിനിടയ്ക്കിടയ്ക്ക് അസുഖം വരും. ഇടയ്ക്ക് ബ്രീത്ത് ഇങ്ങനെ പോകും. ബ്രീത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നേരം കൊണ്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ തീരെ ആരോഗ്യമില്ലാത്ത കുട്ടിയാണ്. അപ്പൊ അതിനെ കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവാ, ഇടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഇതൊക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ പണിക്ക് പോണേ. ഉമ്മയും ഉപ്പയാണ് കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചു നാൾ അവിടെ പാക്കിങ്ങിന്റെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവര് സൂപ്പർവൈസർ പോസ്റ്റ് വന്നു. 1500 രൂപ ആദ്യത്തെ സാലറി. 96-ലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ 1500 രൂപ സാലറിക്കൊക്കെ ആരാണ് ഒരു മാസം പോകുമെന്ന് വിചാരിക്കും. 96-ലാണ്. അവിടെ ഒരു 6 മാസം കറക്റ്റ് പോയി. 6 മാസം പോയപ്പോഴത്തേക്ക് പിന്നെ അത് ഭയങ്കര പ്രശ്നമായി. എന്താണ്, ഇങ്ങനെ നാണം കെടുത്താൻ പോയി എന്നുള്ളൊരു സംഗതിയൊക്കെ വന്നു. ഞാനും വെള്ളത്തിലിട്ട പൊങ്ങുതടി പോലെയാണ്, ഇങ്ങനെ ഇട്ട പോലെയാണ്. പ്രത്യേകിച്ച് സ്വപ്നങ്ങൾ വലിയ കാര്യമൊന്നുമില്ല, ആ ബേസിക് കാര്യങ്ങൾ നടന്നു പോകണം, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്, ബികോം എഴുതിയെടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ നിർബന്ധം പൂർവ്വം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പുള്ളി ഗൾഫിലേക്ക് പോയിട്ടാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, സംസാരിക്കണം, ഞങ്ങൾ തമ്മിൽ അധികം സംസാരമൊന്നുമില്ല. സംസാരിക്കണം എന്നുമില്ല, സംസാരമില്ല. അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, നമ്മളിപ്പം ഒരു ജീവിയാണ്, ഒരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യന് ശരിക്കും ഞാൻ ഇന്നതാണ്, അപ്പോ നമ്മുടെ ജീവിതം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കാൻ പോണത്. നമുക്ക് സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് താമസിക്കുക, ഒരു റൂം പോലും നമുക്ക്, ഇപ്പൊ എന്റെ വീട്ടിൽ റൂമുണ്ട് എന്നല്ലാതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു റൂമൊന്നുമില്ല. കല്യാണം കഴിച്ച് നിർത്തിയതൊന്നുമല്ല, ഇങ്ങനെ നോർമലി കല്യാണം കഴിച്ചതാണ്. പക്ഷെ അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്നെ ഇറക്കി വിടാൻ പറ്റില്ല എന്നുള്ളൊരു, എന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് കേട്ടോ. അങ്ങനെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോ ഒരു ഡിസ്കഷൻ ഒന്നുമില്ല, ഒരു കാര്യം ചോദിക്കാറുമില്ല. എന്നാൽ ചില ആളുകളുണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും. നമ്മള് പിന്നെ നമുക്ക് നാളെയും ജീവിക്കണം, നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോവുക എന്നുള്ള സംഗതി മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റി, വീട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അപ്പം ഡിമാൻഡ്സ് ഒക്കെ കൂടി വന്നു. ഓരോ സമയത്തും അത് ഇതെന്നുള്ള രീതിയിൽ ഓരോ ഡിമാൻഡ്സ് ആണ്. അപ്പം വീട്ടുകാരാണെങ്കിൽ കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് വന്നിട്ടുള്ള ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ടെന്ന് 2 കല്യാണം, ബ്രദറിന്റെ കല്യാണം ഉണ്ട്, 2 കല്യാണം കഴിഞ്ഞ് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ റെഡി ആയിരുന്നില്ല എന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പറ്റുന്ന ജോലികൾ ചെയ്യുന്നുണ്ട്. ഒരു ആദ്യം തുടങ്ങുന്നത് ഒരു മെനാന്ന് പറഞ്ഞൊരു തയ്യൽ കട ഉണ്ടായിരുന്നു. അവിടെ തയ്യലിന് പോയപ്പോഴാണ് സ്റ്റിച്ചിങ്ങിന്റെ ബേസിക്സ് ഒക്കെ പഠിക്കുന്നത്. അതൊരു കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നതിന് ഇടയ്ക്ക് ഒരു ടൈം വെച്ചിട്ടാണ് ഈ കോഴിക്കോട് ടൗണിലെ ചെറുകുട്ട റോഡിലാണ്. അവിടെയാണ് പോയപ്പോ അവര് കറക്റ്റ് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് പറയണത് സ്റ്റിച്ചിങ്ങിന്റെ റൂൾസ് ഉണ്ട്, കറക്റ്റ് തിയറി പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ കല്യാണ സാരി എനിക്ക് എടുത്തു തന്നിട്ട് പറഞ്ഞു. അവർക്ക് അറിയില്ല, എനിക്ക് തയ്ക്കാൻ അറിയില്ല എന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവരെനിക്ക് കല്യാണ സാരി എടുത്തു തന്നു.
അങ്ങനെ ഞാനത് കട്ട് ചെയ്തു, ചുരിദാറാക്കാൻ. കട്ട് ചെയ്തിട്ട് ശരിയായില്ല. ആ 3 പീസ് ചുരിദാറാണ്, കട്ട് ചെയ്തിട്ട് ശരിയായില്ല. അപ്പൊ ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ചുരിദാർ ചേച്ചി വാങ്ങിച്ചിട്ട് ചേച്ചി കട്ട് ചെയ്തു. ആഹ് ചെറിയ കറക്ഷനാണ് ചെയ്തത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്, 19 വയസ്സുള്ള പെൺകുട്ടി ആഹ് സ്വന്തമായിട്ട് ചുരിദാർ കട്ട് ചെയ്തു. 45 വയസ്സുള്ള ITI കഴിഞ്ഞിട്ടുള്ള ഒരു ചേച്ചി അവിടെ ഉണ്ട്. പുള്ളി ഇതുവരെ ഒരു ആഹ് പിന്നെ പെറ്റിക്കോട്ട് വരെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പറയുകയും, അന്ന് ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു തിയറി വെച്ചിട്ടാണ് ഒരുപാട് കാലം ഞാൻ ഭക്ഷണം കഴിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താനുള്ള ഇൻകം ഉണ്ടാക്കിയത് ഇൻകം ഉണ്ടാക്കിയത് ശരിക്കും. അപ്പൊ അവിടെ നിന്ന് ആ കല്യാണ സാരി ചുരിദാറാക്കി കൊണ്ടു കൊടുത്തു. ഞാനിവിടെ സാധാരണ അവിടെ ടൗണിൽ മേടിക്കുന്ന ചാർജ് വെച്ചിട്ട് 165 രൂപയാണ് ഞാൻ ചാർജ് വാങ്ങിച്ചത്. 80 രൂപയാണ് ശരിക്കും ചുരിദാറിന് ചാർജ് വരും. പക്ഷെ 165 രൂപയാണ് ടൗണിൽ ചാർജ് ഉള്ളത്. ഞാൻ അത് വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കോൺഫിഡൻസ് കിട്ടിയെന്ന് വെച്ചാല് ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അവർക്ക് ഇഷ്ടമായിട്ട് അവര് പിന്നെയും കുറെ ഓർഡർ തന്നു. അതേപോലെ പിന്നീട് ആ ചുരിദാർ, അത് കുറച്ച് പഴക്കമുള്ള സാരിയാണ്, സെന്റിമെന്റൽ അസറ്റ് ആണെങ്കിലും അത് കീറിപ്പോയിട്ട് അത് വീണ്ടും അവർ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടു ഇട്ടു. അതായത് തുണി പൊട്ടിപ്പോയിട്ടും ആ സ്റ്റിച്ചിങ്ങിന്റെ ഗുണം കൊണ്ട് അവരത് വീണ്ടും കൈകൊണ്ട് തുന്നിയിട്ട് ഇട്ടു എന്ന് എന്നോട് പറഞ്ഞപ്പം പിന്നീടാണ് പറയുന്നത്. അപ്പോ തയ്യൽ എന്നുള്ളൊരു സംഗതി ഞാൻ നല്ലോണം പഠിച്ചെടുത്തു. കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടൊരു കടയൊക്കെ ഇട്ടു. കടയൊക്കെ ഇടുമ്പോഴും നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ ഒരു സംഗതി റൺ ചെയ്യാനുള്ള ബേസിക് നോളജ് പോലും ഇല്ല. തയ്ക്കാൻ അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, തയ്യലിന്റെ ബേസിക് നോളജ് ഒന്നുമില്ല. അപ്പൊ അടുത്ത കാര്യം എന്ന് പറഞ്ഞാല്, ഒരു കടയൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ റണ്ണിങ്ങിന് കുറച്ച് ക്യാഷ് വേണം. അതായത് ഈ പ്രോഫിറ്റ് നമുക്ക് ആവുന്നതിന് മുമ്പേ നമ്മൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ. എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യം അറിയില്ല. ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചു. തുന്നാൻ തുടങ്ങിയ പിറ്റേന്ന് മുതൽ എൻ്റെ തലയിൽ എൻ്റെ ചെലവുകൾ നടക്കണം, ഷോപ്പിന്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് നടക്കണം. അതോടൊപ്പം തന്നെ ഈ മാനമര്യാദകൾ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അതും നടക്കണം. അപ്പോൾ പ്രഷറാണ്, ഭയങ്കര പ്രഷറാണ്. കടയിൽ പോവാന്ന് പറഞ്ഞാല് രാവിലെ പോവും. അത് കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ആ പിന്നെ ഈ ജോലിയൊക്കെ ഓർഗനൈസ്ഡ് ആണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല. എനിക്ക് പൈസയുടെ കാര്യത്തിൽ എപ്പോഴും ടെൻഷനാണ്. ഇങ്ങനെ ടെൻഷൻസ്, നമ്മൾ എല്ലാവരോടും വഴക്കാണ്, എല്ലാവരോടും പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിൽ റൊട്ടേഷന് പ്രോഫിറ്റബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ നമുക്ക് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇനീഷ്യൽ കൂടുതൽ എക്സ്പെൻസസ് ഉണ്ടാകും. അത് നമ്മൾ മീറ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സംഗതി നോളജ് ഇല്ല, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നൊരു സംഗതി കൊണ്ടാണ് അത് പൊട്ടിപ്പോയതെന്നുണ്ട്. നല്ല നല്ല വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ തയ്ക്കാനായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വരും. ടൗണിൽ പോയിട്ട് നമുക്ക് ഇവിടെ ക്യാഷ് ആൻഡ് ക്യാരിയിൽ റെഡി ക്യാഷ് കൊടുത്താൽ സാധനങ്ങൾ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റിന് അത് സെയിൽ ചെയ്യാം. ഞാൻ എടുക്കുന്ന സാധനം ഒരു പീസ് പോലും ബാക്കിയില്ലാണ്ട് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാകും. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി കൊണ്ട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന്, ദൂരത്തുനിന്ന് പോലും ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു. പക്ഷെ ഭയങ്കര ദേഷ്യമാണ്, സങ്കടമാണ്. അത് ഒന്ന് ഫാമിലി ലൈഫ് ഓക്കെ അല്ല. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ ബിസിനസ്സിൽ പറഞ്ഞു തരാൻ ആരുമില്ല. പറഞ്ഞു തന്നാലും ഞാൻ എടുക്കൂല. അന്നത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു മനുഷ്യനെ ആക്സെപ്റ്റ് ചെയ്യൂല, ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യൂല. കിട്ടുന്നതെല്ലാം പണിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും പണി എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ ജോലിയുടെ കേസിൽ നമ്മൾ നോ പറയാൻ അറിയില്ല ഒരിടത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, അവിടെ വലിയൊരു ഫാമിലിയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലും പോയാലും വന്നില്ലെങ്കിലും ഇപ്പൊ നമുക്ക് അവിടെ വോയിസ് ഉണ്ട്. പക്ഷെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ പ്രോഗ്രാംസിനും ഞാൻ പോകണം. ഞാൻ അലവിയലൊന്ന് പഠിപ്പിക്കുന്നുണ്ട്, ലെക്ചറായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. വർക്ക് ചെയ്യാൻ അവിടെ 2 പേര്, ചില സമയത്ത് 3 ലേഡീസ് ഉണ്ടാകും വർക്ക് ചെയ്യാനായിട്ട്. അപ്പം അവർക്കുള്ളത് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതൊരു പിന്നെ അത് കഴിഞ്ഞിട്ട് സെയിലൊക്കെ വരുന്ന സമയത്ത് ഓരോ സ്ഥലത്തും നമ്മൾ പോകും, ഓരോ ട്രാവലിംഗ് ഉണ്ടാകും. അപ്പോ ഈ സംഗതികളിൽ നമ്മൾ ഈ എന്താ പറയാ, ഓരോ ദിവസവും
അന്നത്തെ കാര്യങ്ങൾ ഒരു പ്രീ പ്ലാൻ അങ്ങനെയൊന്നുമല്ല. ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്യും. ചെയ്യുന്ന സമയത്ത് ഇപ്പം എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 3 പ്രോഗ്രാം ഒരിടത്തുണ്ടെങ്കിൽ ആ 3 പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കണം. അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ 2 ദിവസം മുമ്പേ പോയി നിൽക്കണം. അപ്പം ഫാമിലിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പെർഫോം ചെയ്യണം. അതോടൊപ്പം തന്നെ കുട്ടീനെ നോക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും ഈ ഓടി നടന്നിട്ട് ഭയങ്കര പ്രഷറിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതില് അതിനിടയ്ക്ക് കുറെ ഡിപ്ലോമ എടുത്തു. കമ്പ്യൂട്ടർ ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് മിൽമേന്റെ ഡയറിയിൽ പോയിട്ടൊരു കോഴ്സ് ചെയ്തു. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ കാണുന്ന കോഴ്സുകളൊക്കെ പഠിക്കും. അന്ന് ഈ കമ്പ്യൂട്ടർ ഒന്നും അത്രയ്ക്ക് ആയിട്ടില്ല. ഫോണ് ജസ്റ്റ് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ. ഫോൺ അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല, മൊബൈലൊന്നും. അങ്ങനെ പോകുമ്പോഴാണ് 2006 ഫാദർ 2006 ഏപ്രിലാണ് അപ്പയ്ക്ക് വയ്യാണ്ടാവണത്. അപ്പൊ എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഒരു തവണ നമ്മൾ കുവൈറ്റിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമമാണ്. കാര്യം കുറേ കടം വന്നിട്ടുണ്ട് ആ സമയത്തേക്ക്. അത് കടം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത ബിസിനസിന്റെ വളരെ കുറച്ച് പൈസ ഉണ്ട്. കാര്യം ഒരു 50,000 രൂപയാണ് എൻ്റെ ഇത് വരുന്നത്, മൂലധനം വരുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ കുറെ എങ്ങനെ നമ്മൾ അവരെ ഹാപ്പിയാക്കാൻ, അല്ലെങ്കിൽ അവര് ചോദിക്കുന്ന പൈസ, ഗോൾഡിന്റെ പൈസ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കൊടുത്തതും ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് ഇങ്ങനെ കടം, ബാങ്ക് ലോണ്, ബ്ലേഡ് ആൾക്കാരോട് വാങ്ങിച്ചത്, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ തലയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അതിന്റെ ഇടയിൽ ഒരു കുവൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അതിനും നല്ലൊരു എമൗണ്ട് വന്നു. കാര്യം പുള്ളി എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പാർട്ടിയുടെ അടുത്ത് സംസാരിച്ച് ഓക്കെ അവിടെ ഒരു ജോലിയൊക്കെ ശരിയാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ പോയി നല്ലൊരു സാലറി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും. അപ്പം മോന് അതിനിടയ്ക്കാണ് മോൻ ഉണ്ടാകുന്നത്. മോൻ ആ സമയത്ത് ചെറിയ കുട്ടിയാണ്. പോവാനായിട്ട് ഒരുങ്ങിയിട്ട് വീട്ടുകാർക്ക് ഇഷ്ടമില്ല ഞാൻ പോകുന്നത്. ഞാൻ അവിടെ പോയാൽ ശരിയാവില്ല. അപ്പം പല ആളുകളുണ്ട്. അപ്പൊ അവരെ ഫാമിലി ബിസിനസ്, കുവൈറ്റില് ഫാമിലി ബിസിനസ് ആണ് അവരുടെ അങ്കിളിനൊക്കെ. അപ്പൊ വിസ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വിസയുടെ പേപ്പേഴ്സ് എന്നോട് പറഞ്ഞു, മോളെ ഞാൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു അവര് പോയിട്ട്, അവർക്ക് കൊണ്ടുപോകണ്ടെന്ന് പറയാൻ പറ്റില്ല, അവര് പക്ഷെ നേരെ കൊണ്ടുപോയിട്ട് കുട്ടികളുടെ 4 പേരുടെ വിസയുടെ പേപ്പർ കൊണ്ടു കൊടുത്തു. എന്നിട്ട് ഞാനായിട്ട് ശ്രമിച്ചിട്ടാണ്, എൻ്റെ കെയർ ഓഫിലാണ് കൊണ്ടുപോകാം, പുള്ളി എന്നെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ അതിനുള്ള ഇനീഷ്യൽ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു. വളരെ തിരക്ക് പിടിച്ചിട്ട് മോന്റെ സുന്നത്ത് കല്യാണമൊക്കെ വലിയ രീതിയിൽ നടത്തി. വീട് റിപ്പയർ ഒക്കെ ചെയ്തു. ഇതൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് കേട്ടോ, ഇതൊന്നും കയ്യിൽ പൈസയൊന്നുമില്ല, കടം വാങ്ങിച്ചിട്ടാണ്. കാര്യം ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തേക്ക് നാട്ടിലേക്കില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം നാട്ടിലേക്കില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണമല്ലോ പോകാനായിട്ട്. പക്ഷെ അത് നടന്നില്ല. എനിക്ക് 30 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. ഇവരെടുത്തിരുന്ന വിസ സെർവന്റ് വിസ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 30 വയസ്സ് കഴിയാതെ 30 വയസ്സ് തികഞ്ഞാലേ സെർവൻസിക്ക് പോകാൻ പറ്റുള്ളൂ. ജോബ് വിസ എടുക്കാതിരുന്നത് അവർക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. ചെന്നൈ എയർപോർട്ടിൽ പോയിട്ട് ഒരു കുറേ ദിവസം, ഒരുപാട് അറൗണ്ട് 1 മന്ത് ആണെന്ന് തോന്നുന്നു നിൽക്കും. ഈ സെറ്റ് ചെയ്തിട്ട് വരുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട്, ഡെസ്പായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ്, അപ്പം ഉപ്പയ്ക്ക് ഞാൻ പോകുന്നത് ഇഷ്ടമല്ല. ഒരു തവണ എയർപോർട്ടിൽ പോയിട്ട് ഞാൻ പോരുന്ന സമയത്ത് ഭയങ്കര സെലിബ്രേഷനാണ് നടക്കണേ. കാര്യം ഉപ്പയ്ക്ക് എന്നെ കാണാണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ 2006 ആയപ്പോഴാണ് ഉപ്പയ്ക്ക് വയ്യാണ്ടാവുന്നത്. 2006 ഏപ്രിൽ ഒരു ദിവസം പനി വന്നു. പിന്നെ ആ പനി വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയാൻ നമുക്ക് പേടിയാണ്. എന്റെ ഓഡിയോ കറക്റ്റ് ആണല്ലോ അല്ലെ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പനി വന്നു. അധികം ദിവസം പനി വന്നപ്പോഴത്തേക്ക് ആളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുന്ന സമയത്താണ് പുള്ളീനെ കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടാവില്ല, ഹോസ്പിറ്റലിൽ നിന്ന് പോണത് ഇഷ്ടാവില്ല. പേടിച്ചിട്ട് കുറേ ദിവസം ഇരുന്നു. പിന്നെ ഡയഗ്നോസ് ചെയ്തു, ക്യാൻസർ ആണ്, ലങ്സിലാണ്. അതോടുകൂടിയിട്ട് ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലെയാണ്. കാര്യം അതുവരെ ഇവിടെ ഒരാൾ വീട്ടിലുണ്ട്, എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളെ കൂടെ നീ പോര്, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കാനായിട്ട് ഒരാളുണ്ട്. പക്ഷെ അതില്ലാണ്ടാവുന്നു. ഒബിയസ് ആണ്, ഇപ്പൊ ആള് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ 2006 പിന്നെ ജൂണില് ജൂൺ 18-ാം തീയതി എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് യാത്രയായി. അപ്പൊ ആ സമയത്ത് എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് മൊത്തത്തിൽ പോയിട്ടുണ്ട്. അതേപോലെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്.
ആ, പിന്നെ ജീവിക്കാനുള്ള മാർഗമില്ല, വഴക്ക്, പ്രശ്നങ്ങള്. അതിന് ഉപ്പ മരിച്ച സമയത്താണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ എന്റെയൊക്കെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ആണ്, പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. പിന്നെ അപ്പം ഇനി അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പഠിക്കാൻ തയ്യാറുണ്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് മാന്യമായിട്ട് ജീവിക്കണം, ഒരു വീട് വേണം, രണ്ട് കുട്ടികളെ നന്നായിട്ട് വളർത്തണം, ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം. അതിലുപരി നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അതിലൊന്നും നമുക്കൊരു ഡിസ്കഷനോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ചെല്ലുകയാണെങ്കിൽ രണ്ട് ചാട്ടം ചാടും. അപ്പോ അതോടുകൂടി നമുക്ക് പറയാനുള്ളൊരു വോയിസ് ഇല്ല. കാര്യം ഇതൊക്കെ പറയുന്നതൊക്കെ എന്തോ തെറ്റാണെന്നൊരു തോന്നലാണ് ആ സമയത്ത്. അപ്പം ഉപ്പ മരിച്ചു പോയതോട് കൂടിയിട്ടാണ് ഇങ്ങനെ 40ാമത്തെ ദിവസം, 40 ദിവസത്തിന് മുമ്പ് ഉമ്മയ്ക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല, എനിക്ക് വയ്യായിക ഭയങ്കര കൂടി. വായിലിങ്ങനെ പുണ്ണു വരും, കാലില് രക്ത രക്തവാതമാണ്, ഈ എന്താ പറയാ, അങ്ങനെ ചോര ഇറങ്ങി എന്ന് പറയും. അപ്പം ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മടിയാണ്, പണിയെടുക്കാനുള്ള മടിയാണ്, കാര്യം വയ്യ, എപ്പോഴും ഉറങ്ങണം. അപ്പൊ 12 മണിക്കോ 1 മണിക്കൊക്കെ തയ്ച്ചു കൊടുക്കാനുള്ളതായിട്ട് വീട്ടിലിരിക്കും. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പിന്നെയും പോകും, ട്യൂഷനൊക്കെ പോകും, തയ്ക്കാനുള്ളത് തയ്ക്കും, ട്യൂഷന് പോകും. പിന്നെ കുറച്ച് പേരെ നമ്മളെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ അഡീഷണൽ ആയിട്ടുള്ള കുറെ ആവശ്യങ്ങൾ, ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണം, ഗോൾഡ് എടുക്കാൻ പോകണം, നീ സെലക്ട് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ ഒരാളോട് നോ പറയില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് വയ്യ. ഇപ്പൊ നമ്മളിങ്ങനെ വലിച്ച് രാവിലെ ബെഡിൽ ഇങ്ങനെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് വരും. അങ്ങനെ വെള്ളം കുടിക്കാനൊന്നും പറ്റില്ല, വായിൽ ഫുള്ള് പുണ്ണ് വന്നിട്ട് ഇതാണ് എന്താ പറയാ, ഫുള്ള് ഇങ്ങനെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ ഞാൻ എന്നോട് തന്നെ പറയും, സ്വഭാവം ശരിയില്ല. എല്ലാവരും എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരും എന്നെക്കാളും മൂത്തവരൊക്കെ നന്നായിട്ട് ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് പുണ്ണെന്നുള്ളതൊന്നും വലിയ കാര്യമല്ലല്ലോ എന്ന് പറയും. പക്ഷെ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ശരിക്കും നല്ല രീതിയിൽ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് അന്ന് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാ ടെസ്റ്റും ചെയ്യണം. ഞാൻ സാധാരണ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്, പക്ഷെ എല്ലാ ടെസ്റ്റും ചെയ്യണം. ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഒരു ടെസ്റ്റിൽ പോലും പൈസ പോയിട്ടില്ല, കാര്യം എല്ലാ ടെസ്റ്റിലും പ്രശ്നങ്ങളുണ്ട്. അതായത് പിന്നെ ആർത്രൈറ്റിസ് ഉണ്ട്, അത് വന്നിട്ട് ഹാർട്ടിന്റെ എക്കോ എടുത്തു കഴിഞ്ഞപ്പം അതിന് പ്രശ്നമുണ്ട്, പിന്നെ എല്ലാ ബ്ലഡ് ടെസ്റ്റിലും എല്ലാത്തിലും പ്രശ്നമുണ്ട്. അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ല കേട്ടോ. ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയാ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പൊ അവിടെ നിന്നാണ് പറയുന്നത് ഹാർട്ടിന്റെ വാൽവ് ഷ്രിങ്കേജ് ഉണ്ട്, സർജറി വേണ്ടി വരും. കാര്യം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പനി നിൽക്കുന്നൊന്നുമില്ല. അപ്പം മക്കളൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കും, അല്ലെങ്കിലേ ഭയങ്കര ദേഷ്യമാണ്. വല്ലപ്പോഴും ആണ് കൂടെ ഇരുന്നിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മിണ്ടുകയാണെങ്കിലും സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഭയങ്കര ദേഷ്യത്തിലാണ്. അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്, ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നല്ലോ എന്നുള്ളൊരു സാധനം. അപ്പോ ഒരു ദിവസം ഉപ്പ മരിച്ച് 40 കഴിഞ്ഞ സമയത്താണ് ഒരു ദിവസം ഞാൻ മതി, കാര്യം ഇതൊന്നും ഒരാൾക്ക് മാറ്റി പിടിക്കാൻ കൊടുക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ സഹിക്കണം. ഉമ്മയാണെങ്കിൽ ഉമ്മയും നല്ല സപ്പോർട്ടീവാണ്, പക്ഷെ ആ സമയത്ത് ഉമ്മയ്ക്കാണെങ്കിലും വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തില് നമുക്കൊരു ട്രീറ്റ്മെന്റിന്റെ ഇത് വരികയും കുറേ പച്ചമരുന്നുണ്ട്, 17 മരുന്നുകളുണ്ട്. അതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ മരുന്നും നമ്മളിങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് 4 മരുന്നിന്റെ കോമ്പിനേഷൻ, അതിനകത്ത് വേറൊരു ഗുളിക, അങ്ങനെയാണ്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരാഴ്ച ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് പനി മാറി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പം ഞാൻ ഇരിക്കുന്നതിന്റെ ആ ഭാഗത്തൊരു വഴിയുണ്ട്, ആ വഴി കൂടെ ഞാൻ ഓടി, കാര്യം അത്രയോ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ നടക്കണേ. അപ്പം പഥ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കുകയാണ് മരുന്നിന് എന്താണ് പഥ്യം? അതുവരെ ആയുർവേദമൊക്കെ കഴിച്ച സമയത്ത് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല, ചെറുപയർ കഴിക്കാൻ പാടില്ല, ഇറച്ചിമീൻ്റെ കാര്യം ചിന്തിക്കാനേ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, ഉള്ളി കഴിക്കാൻ പാടില്ല. അപ്പം ആകപ്പാടെ ഫുഡ് കഴിക്കാൻ മടിയുള്ള ഒരാളാണ്, കഴിക്കാനേ പറ്റില്ല. ഒരു ലോഡ് മരുന്നുണ്ട്, ഭക്ഷണം ഒട്ടും കഴിക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഈ മരുന്നിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു സാറേ പിന്നെ പഥ്യമുണ്ടോ, എന്തൊക്കെയാണ് പഥ്യം? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നും കഴിക്കാൻ പാടില്ല, പച്ചവെള്ളം കഴിക്കാൻ പാടില്ല. പുള്ളി പറഞ്ഞു പഥ്യമുണ്ട്, എന്താണ് എല്ലാ ഭക്ഷണവും കഴിക്കും. ശരിക്കും അങ്ങനെ
ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവിടെ നിന്നാണ് ജീവിതത്തിൽ ഒരു ഹോപ്പ് വരികയാണ് നമുക്ക്, ഓക്കെ, എന്തൊക്കെയോ പോസിബിൾ ആണെന്നുള്ളത്. അപ്പൊ ആ പോസിബിലിറ്റിയുടെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയാണ്. പഠിത്തം കംപ്ലീറ്റ് ചെയ്തു. സാധാരണ പിന്നെ സുഖമില്ലാത്ത ഒരാള് അല്ലെങ്കിൽ എന്താ പറയുക, പറ്റാത്ത ഒരാളാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകണം. അപ്പൊ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, എൻ്റെ വിദ്യാഭ്യാസം ഇതായിട്ടില്ല. പിന്നെ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴാണ് എയർ ഹോസ്റ്റസിന്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിള്ളേരിങ്ങനെ വന്ന് നിൽക്കണം. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇതെന്താ സംഭവം, നമുക്ക് കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ എനിക്കങ്ങ് ആഗ്രഹമാണ് കോളേജിൽ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും ജോലിക്കൊന്നും പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എവിടെയും പോയിട്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരിടത്ത് ഒരാളുടെ ജോലി ചെയ്യാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മാർക്ക് 50% കൂടുതൽ മാർക്കുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അഡ്മിഷൻ തരാം. അങ്ങനെ സ്റ്റേറ്റ് ബാങ്കിൽ ചെന്നിട്ട് നികുതി അടച്ച റെസീറ്റ് കൊടുത്തിട്ട് ഒരു ലോണും കൂടി എടുത്തു, 3.5 ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പഠിക്കാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി. 2007 പഠിക്കാൻ വേണ്ടി ചേരുന്നത്, BSc ഹോട്ടൽ മാനേജ്മെന്റ്. അതോടൊപ്പം തന്നെ പഠിത്തം, ജോലി, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ, തയ്യല്, പിന്നെ ലയൺസിന്റെ ഒരു പാർട്ട് ടൈം ജോബ്, പ്രൈമിന്റെ പ്രൈം എന്ന് പറഞ്ഞിട്ടൊരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട്, അവരുടെ ഒരു പാർട്ട് ടൈം ജോബ്. ഇതൊക്കെ ചെയ്തുകൊണ്ട് പള്ളിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് റിമോട്ട് ആയിട്ടുള്ള സ്ഥലമാണ് പള്ളിപ്പോയിൽ. പള്ളിപ്പോയിലിൽ നിന്ന് പിന്നെയും ഉള്ളോട്ട് പോകണം. തുഷാരഗിരി എസ്റ്റേറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്നാണ് രാവിലെ 7:30 കോളേജിലെത്തണം, 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ ശരിക്കും നല്ല രീതിയിൽ ദുരിതം അനുഭവിച്ചൊരു സമയമായിരുന്നു. പിന്നെ ആ സമയത്താണ് ത്രെട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി, കൊന്നുകളയും എന്നൊക്കെയുള്ള ഭീഷണികളൊക്കെ ആയി. അപ്പം ഞാൻ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ട് ഡൊമസ്റ്റിക് വയലൻസ് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് രജിസ്റ്റർ ചെയ്തിട്ട് വീട്ടിലോട്ട് കയറാൻ പാടില്ല എന്നൊരു സംഗതി വന്നു. കാര്യം പുള്ളിക്ക് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ദുബൈയിൽ വെയിട്രസിന്റെ ജോലിയാണ് കിട്ടിയത്. വെയിട്രസിന്റെ ജോലി കിട്ടിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴും ദുരിതത്തിന് യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് എന്താണോ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് തന്നെ അതിന്റെ അടുത്തൊരു വേർഷനാണ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു 11 months ആയപ്പോൾ ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്തു. ഒരു കോൺസുലേറ്റിന്റെ ഒരു ഓഫീസിൽ ഒരു ലോയർ പാനലിലുള്ള ഒരു വക്കീലിന്റെ കൂടെ വക്കീലിന്റെ ഓഫീസിൽ, അറബിക്കിന്റെ ഓഫീസാണ്, അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ജോലി കിട്ടി സെക്രട്ടറി ആയിട്ട്. അവിടെയാണ് ഇന്ന് കാണുന്ന എൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അവിടെയാണ്. അപ്പം ജോലി കിട്ടിയിട്ട് ഞാൻ ചെന്ന് ഓഫീസിന്റെ റിസപ്ഷനിലാണ് ഞാൻ ഇരിക്കണേ. റിസപ്ഷനിൽ ഇരിക്കുന്ന സമയത്ത് സാർ എന്നോട് പറഞ്ഞു, ഒന്ന് കണ്ണാടിയിൽ നോക്കണം കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ? ബൗ ബൗ എന്നാണ് സംസാരിക്കണേ. അതായത് ചിരിയില്ല, ഒരാളോട് ചിരിക്കാൻ അറിയില്ല, എനിക്ക് ചിരിക്കാൻ അറിയില്ല, പിന്നെ സംസാരിക്കാൻ അറിയില്ല, ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ആരോട് സംസാരിച്ചാലും ഞാൻ കാണാറുണ്ട്, നമ്മുടെ കൂടെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്നോട് ദേഷ്യം വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. അത് എനിക്ക് എന്നോടുള്ള സമരമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നോടുള്ള ഇഷ്ടക്കേടാണ് ഞാൻ ഈ കാണിക്കുന്നതെന്നൊക്കെ ഇപ്പോൾ ഉള്ളൊരു തിരിച്ചറിവിൽ നമുക്ക് നോക്കിയാൽ അറിയാം. ആ ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് സാറിൻ്റെ ഒരു മെന്റർഷിപ്പ് ഉണ്ടായിരുന്നു. സാർ പറഞ്ഞു തരും കാര്യങ്ങൾ, സാർ എന്തൊക്കെയാണ് പോസിബിൾ എന്ന് പറഞ്ഞു തരും. എനിക്ക് എല്ലാവരെയും സെർവ് ചെയ്യണം, ഈ എന്താ പറയുക, അലഭ്യലഭിശ്രീ എന്നാണ് അതിന് പറയാന്ന്. കാര്യം കൂടെ നിൽക്കുന്നവരെല്ലാം അതൊരു യോഗമാണെന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് പറഞ്ഞത്. കാര്യം നമ്മളെ കൂടെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഏതൊരു ഹൈറ്റിലേക്ക് എത്തിക്കാനുള്ളൊരു കഴിവുണ്ട്. അതിന് ഞാൻ ഏതറ്റം വരെയും പോകും. പക്ഷെ അത് നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ളവരുടെ ഇതിൽ നമ്മളത് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാതെ നമ്മളത് ചെയ്യുക. അപ്പൊ നമ്മുടെ ടോണൊക്കെ മാറിയിട്ടുണ്ടാകും. പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് മൈൽഡായിട്ട് ചെയ്യും. അപ്പൊ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് ഓഫീസിലൊക്കെ വളരെ നന്നായിട്ട്, അവിടെയും ചാലഞ്ചസ് ഉണ്ടായിരുന്നു, സ്റ്റിൽ ഞാൻ കാര്യങ്ങൾ പഠിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് 2018 സെപ്റ്റംബർ വരെ ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. കുറച്ചെങ്കിലും ജീവിതത്തിൽ സന്തോഷം എന്താണ് എന്നറിഞ്ഞു. പിന്നെ നമ്മൾ ഇൻകം ഒക്കെ ഉണ്ടായി കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതുപോലെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അവരിപ്പോഴും ഞാൻ അവരുമായിട്ട് കണക്റ്റഡ് ആണ്. കാര്യം വാല്യൂ ഉള്ള ആളുകളാണ്, കോൺഫിഡൻസ് ഉള്ള, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു കൂട്ടം ആളുകളാണ്. അപ്പൊ അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന വിധം അതേ രീതിയിൽ ഞാൻ കുറച്ചെങ്കിലും എന്നെ ട്രീറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്.
അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും അത്യാവശ്യം നന്നായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ കെയർ ചെയ്യാനും ഒക്കെ തുടങ്ങുകയും അതോടൊപ്പം വീട്ടിലെ കാര്യങ്ങൾ ശരിയായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്തു തുടങ്ങി. അതായത് ഇത്ര വർഷം വരെ ഞാൻ ഏകദേശം ഇവിടെ ഉണ്ടാകും, നമുക്കൊരു ഐഡിയ ഉണ്ടാകും. അപ്പൊ ഇത്ര വർഷത്തിനിടയ്ക്ക് നമുക്ക് ഈ ബാധ്യതകളിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള സംഗതി. അപ്പോൾ ഓരോരോ കാര്യങ്ങളും കൃത്യമായിട്ട് മൈൻഡിൽ ഉണ്ടായിരുന്നു. എഴുതി വെക്കലൊന്നുമില്ല എങ്കിൽ പോലും ഏകദേശം ഒരു സംഗതി. പിന്നെ സാറിന്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാറിനോട് ചോദിക്കും, സാർ എന്താണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ചെയ്യാം. അപ്പൊ കടങ്ങളൊക്കെ വീടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാനിരിക്കുന്നത് എൻ്റെ തറവാട്ട് വീടിന്റെ ഓഫീസ് റൂമിലാണ്. ഈ വീട് ഞാനിപ്പോൾ ഓഫീസായിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ പുറകിലാണ് ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് വീടെടുത്തു. ഞാൻ നാട്ടിലേക്ക് ദുബൈയിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ പോകുന്ന സമയത്ത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാര്യം ഫാമിലി ആയിട്ടൊന്നും കണക്റ്റഡ് അല്ല, ആരുമായിട്ടും സംസാരിക്കാറില്ല. ഞാൻ എൻ്റെ വിധി, എൻ്റെ ദുരിതങ്ങൾ, എൻ്റെ കഷ്ടപ്പാടുകൾ, പിന്നെ എന്തിനാണ് ഇതൊക്കെ ആൾക്കാരോട് പറയുന്നത് എന്നുള്ളത് ഒരാളോടും കണക്റ്റഡ് അല്ല. അപ്പോൾ പിന്നെ 2018 ആയപ്പോഴത്തേക്ക് പോയ സമയത്ത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ഫാമിലിയിൽ പ്രശ്നമുണ്ടെന്നോ ഞാൻ ഒറ്റയ്ക്കാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോറി, ഞാനിവിടെ സമയം നോക്കിയത് തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പൊ ഞാനൊരു 2 മിനിറ്റും കൂടെ. സോ എന്താന്ന് വെച്ചാല് 2018 ആയ സമയത്തേക്ക് ഞാൻ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡിക്ലെയർ ചെയ്തു, ഞാൻ ദുബൈയിലാണ് ഉള്ളത്, ഞാൻ ജോലി ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് 2019 നാട്ടിൽ തിരിച്ചു വന്നിട്ട് 2018 നാട്ടിൽ തിരിച്ചു വന്നു. 2019 വരെ ലൈഫ് ഇങ്ങനെ വലിച്ചു നീട്ടി എനിക്കും കഷ്ടപ്പാട്, നാട്ടുകാർക്കും കഷ്ടപ്പാട് എന്നുള്ളൊരവസ്ഥയിൽ, വീട്ടുകാർക്കും കഷ്ടപ്പാട് എന്നുള്ളൊരവസ്ഥയിൽ ഭയങ്കര ദേഷ്യം, ഭയങ്കര പ്രശ്നങ്ങൾ, വഴക്ക്, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നോട് ആരും ചോദിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 2019 സെപ്റ്റംബറിലാണ് ഞാൻ ഷാഫി സാറിന്റെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് അതിൽ ജോയിൻ ചെയ്യുകയും ഇന്ന് ശരിക്കും അതിന്റെ ബാക്കിയായിട്ട് ഞാൻ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഞാൻ എന്നെ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങി. എന്നിട്ട് എനിക്ക് എന്താണ് വേണ്ടത് എന്നതിലൊരു ക്ലാരിറ്റി വരാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എവിടെയും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ട കാര്യങ്ങളിൽ ഞാൻ ക്ലിയർ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ചിട്ട് എനിക്കൊരു അവയർനെസ് ഉണ്ടായിരുന്നു, എൻ്റെ ഇമോഷൻസിനെ വെന്റ് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് അക്നോളജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ റിസീവ് ചെയ്യണം. ഇപ്പോൾ ഒരിടത്ത് നമ്മൾ ജോലിക്കൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ ജോലിക്ക് വന്നു, എനിക്ക് കാശിന് വേണ്ടി വന്നു എന്നുള്ളൊരു സാധനമാണ് നമ്മൾ ചിന്തിക്കുക. അതിനു പകരം ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് കൂട്ടർക്കും വിൻ 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 സിറ്റുവേഷൻ ആണ്. ദേ വിൽ വിൻ, ഐ വിൽ വിൻ, ആൻഡ് ദ കസ്റ്റമർ വിൽ വിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഈ സംഗതി ചെയ്യുകയും നമ്മൾ ഓണറുടെ ഭാഗത്ത് നിന്ന് നോക്കുകയും കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന്, ഇപ്പൊ ഓണറുടെ ഷൂവിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഓണറുടെ ഷൂവിന്റെ ഉള്ളിൽ നമ്മൾ കയറി നിന്ന് അദ്ദേഹത്തിന്റെ പെയിനും അദ്ദേഹത്തിന്റെ എഫേർട്ടും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ജോലി ചെയ്യാണ്. നമ്മുടെ സമയമാണ് ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഓരോ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത വേണം. ജീവിതത്തിലെ സമയത്തിന് വാല്യൂ ഉണ്ട്. ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന അത്രയും വലിയ ഒരു സംഗതി ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ ഞാനെന്ന് പറയുന്നത് ഒരു വിമൻസ് ക്ലാരിറ്റി കോച്ചാണ്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള, ഞാൻ ഇങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ലൈഫ് ഉണ്ട്, മക്കളുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള അവസ്ഥയിൽ എൻ്റെ സ്വന്തം വീട്ടിൽ ഒരുപാട് പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്ന രീതിയിൽ, അവരെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ സ്കില്ല് ആർജിച്ചെടുക്കുകയും എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ആർജിച്ചെടുക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് എനിക്കുണ്ട്. ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ശരിക്കും പ്രോപ്പർലി ഗൈഡഡ് ആയിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ആ റിഗ്രറ്റിന്റെ ആവശ്യമല്ല. അതിലുപരി ഞാൻ അനുഭവിച്ച പെയിൻ എന്നുള്ളതിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പെയിനിൽ നിന്ന് ഞാൻ കറക്റ്റ് ഹീൽ ചെയ്ത് പുറത്ത് വന്നിട്ട് എൻ്റെ പർപ്പസിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും, നിങ്ങളിപ്പോൾ ലൈഫിൽ ഏതൊരു സ്റ്റേജിൽ നിൽക്കുവാണെങ്കിലും നിങ്ങൾ ലൈഫിൽ ഒരു ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാകും. കാര്യം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, സെൽഫ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. രണ്ടാമത്തത്, നിങ്ങളുടെ ഒരു മെന്റർ ഉണ്ടായിരിക്കുക. ആ മെന്ററുടെ അടുത്ത് നിന്ന് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട്
കൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നം കാണാം. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകട്ടെ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, കേരളത്തിലെ നമ്പർ 1 ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്നെ എൻ്റെ സ്റ്റോറി പറയാനായിട്ട് ഇൻവൈറ്റ് ചെയ്ത സൈഫു സാറിനും ടീമിനും, പിന്നെ എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സമീറ മാം. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ബി മാജിക് മെമ്പേഴ്സിന് നിങ്ങളുടെ സ്റ്റോറിയുടെ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. അപ്പം ഓരോരുത്തരായിട്ട് പറഞ്ഞു തുടങ്ങാം. ഷാമിനി മാം. ഗുഡ് മോർണിംഗ് മാം. ഇവിടെയുള്ള ഗ്രൂപ്പിലുള്ള ആള് തന്നെ അല്ലേ ബി മാജിക്കിലെ? ഞാൻ ബി മാജിക്കിന്റെ തുടക്കം മുതൽ ഇതിനകത്തുള്ള ഒരാളാണ്. ഒരുപാട് ആക്റ്റീവ് അല്ല, ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല ഗ്രൂപ്പില്. നിങ്ങളാണോ സമീറ എം എന്ന് പറയുന്നവര്? ഷമീറ PM എന്നാണോ? ഷമീറ ബുഹാരി എന്നാണ് പേര്. അല്ല. സമീറ എം അല്ല. ഓക്കെ. ഇപ്പൊ നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ഒരു ഭാഗം ശരിയല്ലാതാകുമ്പോ അതും ശരിയല്ല എന്ന് പറയുമ്പോ എല്ലാം ശരിയല്ലായക കൂടുതൽ വരുന്നുണ്ട്. അതിപ്പോ അറിയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ചെയ്തത് തെറ്റാണോ? അല്ല. കാരണം നിങ്ങൾക്ക് കിട്ടിയതാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് വേദനകൾ കിട്ടി, അപമാനം കിട്ടി, ഇൻസൾട്ട് കിട്ടി. അത് തന്നെയാണ് നിങ്ങൾ ആ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ മൊമെന്റില് ഷാഫി സാറിന്റെ ആ ക്ലാസ്സിലേക്ക് എത്തുന്നത് വരെ വലിയൊരു ജേണിയാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളെ ഒന്ന് ഉയർത്തിയെടുക്കാനും എവിടെയാണ് നിങ്ങളെ വളർത്തിയെടുക്കേണ്ടതെന്ന് വെച്ചിട്ട് മാം ശ്രമിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ കരച്ചില് വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും പഴയ കുട്ടികളാണ്. അന്ന കാലത്ത് നമ്മൾക്ക് ആശയങ്ങൾ ഉണ്ടായിരുന്നില്ല. നിനക്കൊന്നും അറിയില്ല, നീ കൊച്ചുകുട്ടിയാണ്, ഞങ്ങൾ ചെയ്തു തരും, ഞങ്ങൾ പറഞ്ഞു തരും, ഞങ്ങൾ പറയുന്ന രീതിയിൽ ജീവിക്കുക. ഇത് നമ്മുടെ തലമുറയുടെ പുറകിലേക്ക് നോക്കുമ്പോൾ ഒട്ടുമിക്ക മനുഷ്യരും കടന്നു വന്ന വഴിയാണ്. ഇനിയുള്ള കുട്ടികളാണ് അത്. നമ്മളാണ് ഇപ്പോ അവർക്കൊരു ഫ്രീഡം കൊടുത്തിട്ട് അവരുടെ വാക്കുകൾക്കൊരു വാല്യൂ കൊടുത്തിട്ടൊക്കെ നമ്മളാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോ ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകൾക്കും കണക്റ്റഡ് ആകും എന്നാണ്. കാരണം അവരവരുടെ ലൈഫിലേക്ക് അത് കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മാമ ഫൈനലി ഒരു നല്ലൊരു കോച്ചായി മാറിയിരിക്കണം. ഇതൊരു എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. താങ്ക് യു മാം. ഇത്രയും താങ്ക് യു. കാര്യങ്ങൾ ഓപ്പണായി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത്രയും നിങ്ങളൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വന്ന് നിൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇന്ന് സക്സസ്ഫുൾ ആയി നിൽക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു മാം. താങ്ക് യു. എൻ്റെ കേസിൽ എനിക്ക് ഏറ്റവും നല്ല പാരൻസിനെ, അണ്ടർസ്റ്റാൻഡിങ് ഉള്ള നല്ല പാരൻസിനെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെയൊക്കെ ലൈഫിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഡിസിഷൻ ടേക്കിംഗ് എന്നുള്ളത്. പൊതുവേ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഒരു പരിധി വരെ എന്നുള്ളത് നമ്മൾ പറയും. കുട്ടികളുടെ കേസിലൊക്കെ എപ്പോഴും ഡിസൈഡ് ചെയ്യാനായിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പാരൻറ്റ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളൊരു സപ്പോർട്ടീവായിട്ട് അവരെ കൂടെ നിന്നിട്ട് തീരുമാനം എടുക്കുന്ന സമയത്ത്, ഇപ്പം ഈ വീട്ടിലാണെങ്കിൽ പോലും ഉമ്മയൊക്കെ അങ്ങനെയാണ് പറയുക, എങ്കിൽ പോലും ഭയങ്കര ഫിയറാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നം കാണാൻ പേടിയുണ്ടായിരുന്നു, മെന്റൽ ബ്ലോക്സ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് അറിയാം. ഒരാളെ മാത്രം ഇപ്പം ഞാൻ അട്രാക്ട് ചെയ്തത് ഒരു വ്യക്തിമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, വ്യക്തിമായിട്ടുള്ള ഒരു ഫാമിലിയാണ് എന്നുള്ള തിരിച്ചറിവിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കൈൻഡ് ആയിരിക്കും. ഞാൻ എന്നോട് കൈൻഡ് ആയിരിക്കും, അതേസമയം ആ മനുഷ്യനോട് കൈൻഡ് ആയിട്ടുണ്ടാകും. എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് നേരത്തെ പോരും. അതുപോലെ അവരെ ഫാമിലി, ഇപ്പം ഉമ്മ മരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, മക്കൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ശരിക്കും ഞാൻ ചെയ്തത് മുഴുവൻ ശരിയാണ് എന്നുള്ളതല്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സമയത്ത് എനിക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ചിലപ്പോഴെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കരച്ചിൽ വന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഫാദറിന് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ പെട്ടെന്ന് ഓക്കെ, ഉപ്പ ഇങ്ങനെ മരിക്കാൻ കിടക്കണ ആ ഒരു ഇതിങ്ങനെ മൈൻഡിൽ വരുമ്പോൾ അതാണ് കണ്ണീര് വന്നത് കേട്ടോ. സോ താങ്ക് യു മാം. താങ്ക് യു ശംഭിനി മാം. നിങ്ങൾ 1 മിനിറ്റിനുള്ളിൽ ഫീഡ്ബാക്ക് പറയണം, കാരണം നിങ്ങൾക്ക് അറിയാം ഒരു സെക്കൻഡ് ഞാനിതൊന്ന് കണക്ട് ചെയ്തോട്ടെ. സിന്ധു മാം. ഹായ് സമീറ മാം, ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ മാമിന്റെ സ്റ്റോറി. എന്തായാലും സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. പിന്നെ രണ്ടാമത് പറഞ്ഞാല് 17 വയസ്സാകുമ്പോ മാരീഡായി. നമ്മള് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെ പാർട്ട്ണർ നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിക്കാൻ, അതാണ് നമ്മളെ ഇഷ്ടം. നമുക്ക് അതാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതില്ലെങ്കിൽ പിന്നെ നമ്മളെ പേരൻസ് ആയിരിക്കണം. പക്ഷെ അധികം പെൺകുട്ടികളും പേരൻസിനോട് ഒന്നും പറയാൻ നിൽക്കില്ല, കാരണം അവര് വിഷമിക്കും വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളെ വിഷമം നമ്മൾ ആരോട് പറയും? അപ്പൊ നമ്മളെ പേരൻസിനെ തന്നെയാണ് നല്ലൊരു മെന്ററായിട്ട് കൂടെ കൂട്ടാൻ നല്ലത്. അവര് മാത്രമേ നമ്മളോട് സത്യസന്ധതയായിട്ടും നല്ലൊരു ഇതായിട്ട് നമ്മളോടൊപ്പം നിൽക്കുള്ളൂ. ബാക്കിയുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു പ്രായത്തിന്റെ ഉള്ളിൽ മാം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ അത് മാമിന്റെ മൈൻഡ് പവർ തന്നെയാണ്. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ ജീവിതത്തിനെ തന്നെ നമ്മൾ പുച്ഛിക്കുക, എന്തിനും ഇങ്ങനെ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇപ്പൊ ഈ ബിമേജിക്കിൽ വന്ന ആൾക്കാർ ഇപ്പൊ തൽക്കാലം അതൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും മൈൻഡിലും എന്നെ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ പഠിപ്പിക്കുന്ന ഒരു പാഠം. അപ്പൊ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ അറിയുക, നമ്മളെ എത്ര എഫേർട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം, നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റുന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഒരുപാട് എന്താ പറയാ, നല്ല വിഷമം തോന്നും ചെയ്തിരുന്ന അതിനോടൊപ്പം നല്ല ഹാപ്പി വന്ന് മാം ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു നിലയിലേക്ക് എത്തിയല്ലോ, അത് തന്നെ ഒരുപാട്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട്. താങ്ക് യു സിന്ധു മാം. മനുഷ്യര് സ്വന്തം മുറിവുകളെ കുറിച്ച് സംസാരിക്കില്ല, നമ്മളെപ്പോഴും സംസാരിക്കുക നമ്മുടെ മുറിവിന്റെ സ്കാഴ്സ് ഉണ്ടാകും, വടുക്കൾ, അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. അപ്പോൾ മുറിവുകൾ ഉണങ്ങി എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. സ്റ്റിൽ ഞാനത് പറയുമ്പം കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ കാര്യം അത് നമ്മൾ എന്തിനത് വീണ്ടും പറയുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ അത് പറയുമ്പോഴാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പൊ ഈ സ്പേസിനെ കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഇപ്പൊ സൈഫു സാറിനെ പോലെ ഒരു മെന്റർ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വരുമ്പോൾ സൈഫു സാറിനെ ഞാൻ വിളിക്കും. അപ്പോൾ സൈഫു സാർ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടാകും, ഇന്ന് വരെ ഇപ്പൊ ലൈഫ് ലോങ് നമുക്ക് നിൽക്കാവുന്ന ഒരു വിസ്റ്റം ആയിരിക്കും ഷെയർ ചെയ്യാനുണ്ടാവുക. സോ അതുപോലൊരു മനുഷ്യനെയൊക്കെ നിങ്ങൾക്ക് മെന്ററായിട്ട് കിട്ടുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആണ്, ഇതുപോലൊരു ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡിൽ ഏറ്റവും കൂടുതൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. പക്ഷെ ഇന്ന് ഇപ്പൊ മാം ഇത്രയും നിന്ന്, പക്ഷെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അവർ ഇത്രയൊന്നും നിൽക്കില്ല. കാരണം പെട്ടെന്ന് ഡൈവേഴ്സ് മേടിക്കാൻ പോവുക, ഇത്രേ ഉള്ളൂ. ഇന്ന് അങ്ങനെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാം, അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശരിയാണ്. ടോക്സിക് റിലേഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് അറ്റ് ദ ഏർലിയസ്റ്റ്, ഞാനാണെങ്കിലും ടോക്സിക് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. കാര്യം ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ആരും കപ്പൊന്നും തരാൻ പോണില്ലല്ലോ. ഓരോരുത്തരുടെയും ശരികള് വ്യത്യാസം ഉണ്ടല്ലോ മാം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാം. ഓക്കെ, താങ്ക് യു. 6:45 ആയിട്ടുണ്ട്, നമ്മളെ സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് സമയം അധികം എടുത്തു. സമീറ മാമിനെ ഒരുപാട് കാലമായി കണ്ടിട്ട്, അപ്പൊ ഫീഡ്ബാക്ക് പറയാമെന്നുള്ള കാൻഡ്രസ് ചെയ്തതാണ്. എന്തായാലും നല്ലൊരു ബിമാജിക്കിന്റെ പഴയ നല്ല ആക്റ്റീവ് മെമ്പറാണ്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എന്തും ചോദിച്ചോളൂ, ഞങ്ങൾ മറുപടി പറയാൻ പറഞ്ഞിട്ട് വലിയൊരു ടാസ്ക് ഒക്കെ ഏറ്റെടുത്ത അല്ലേ അന്നത്തെ കാലത്ത്. എന്തും ചോദിക്കാം, ഏത് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളൊക്കെ മുന്നോട്ട് വന്ന കൂട്ടത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നല്ല അറിവുള്ള കഴിവുള്ള വ്യക്തിയാണ്. അതിലപ്പുറം ഒരുപാട് സ്ത്രീകളെ ഇന്ന് മെന്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എങ്ങനെ ഒരുപാട് കഥകൾ എനിക്കറിയാം.
ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും നന്നായി പ്രസന്റ് ചെയ്തു. അത് പിന്നെ ഒരു ട്രെയിനറായി മാറി കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു റസാഖ് സർ. ഇതാ മാം. ഇതാ മാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? മുഫീദ്, ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. എനിവേ ഷമീറ മാം, താങ്ക് യു. ഓക്കെ, ഞങ്ങൾ ഏകദേശം പരിചയപ്പെടുന്നത് ഒരു 4 വർഷം മുമ്പ്, ഒരു 5 വർഷം 6 വർഷമൊക്കെ ആയിട്ടുണ്ട്. 5 വർഷമായിട്ടുണ്ട്. 2019 ആ കാലഘട്ടങ്ങളാണ് പരിചയപ്പെടുന്നതിന്റെ ഓർമ്മ. ഓക്കെ, അപ്പോ ഞങ്ങള് ഒരേപോലെ, ഞാനാണെങ്കിലും ഷമീറ മാം ആണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു നിയോഗത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷാഫിൻ സ്പേസിൽ എത്തുകയാണ്. ആ ഷാഫിൻ സ്പേസിൽ തന്നെയാണ് ഷമീറ മാം ട്രെയിനറുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനും അവിടെ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് മനോഹരമായ ജേണി ആയിരുന്നു. അതിലൊക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഇപ്പോഴും ചലഞ്ചസ് ഉണ്ടാവും. പക്ഷെ ഇപ്പോ അന്നും ഇന്നും തമ്മിലുള്ള മൈൻഡ് സെറ്റ് ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അന്ന് എന്തെങ്കിലും ചലഞ്ചസ് വരുമ്പോൾ നമുക്ക് പേടിയായിരുന്നു, ഇതിനെങ്ങനെ ഓവർകം ചെയ്യുന്നു. ഇപ്പൊ ഒരു ചലഞ്ചസ് വരുമ്പോൾ ത്രില്ലാണ്. ഓക്കെ, പുതിയത് വന്നല്ലോ, ശരി, ഞാൻ ഒന്നും കൂടെ കൂടുതൽ മെച്ചപ്പെടാൻ പോകുന്നു. ആ മൈൻഡ് സെറ്റാണ് എനിക്ക് തോന്നി അന്ന് നിന്നുള്ള മാറ്റം. അന്നൊരു ചലഞ്ചസ് വരുമ്പോൾ അയ്യോ ഞാൻ ഇതിനെങ്ങനെ ഓവർകം ചെയ്യുന്നതാണെങ്കിൽ, ഇന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കൊരു എനർജിയാണ്, പുതിയതൊന്നും കൂടെ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ മെച്ചപ്പെടാൻ പോകുന്നു, ഞാൻ ഒന്നും കൂടെ സ്ട്രോങ് ആകാൻ പോകുന്നു, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്നുള്ളിടത്തേക്ക് മാറി എന്നുള്ളതാണ് അന്ന് നിന്നും തമ്മിലുള്ള ഒരു പ്രധാന മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും വുമൺസ് ക്ലാരിറ്റി കോച്ച് എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ ഇപ്പൊ കേരളം തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി എന്നുള്ള രീതിയിൽ അഭിമാനമുണ്ട്. ഇനി ഒരുപാട് ഉയരങ്ങളെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സൈഫു സർ. താങ്ക് യു ടീം. ഓക്കെ, താങ്ക് യു സൈഫ് സർ. അപ്പം ഇന്നത്തെ ഈ ഒരു മൈ സ്റ്റോറി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഷമീറ ബുഖാരി മാമിനും അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സിനും എല്ലാവർക്കും, ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും once again, thank you all. Thank you so much. Okay, താങ്ക് യു bye. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു.